إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിഷമങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവർക്ക് അവരുടെ ബർസഖി ജീവിതം ഉന്നതമാക്കി കൊടുക്കുമാറാവട്ടെ. കൂട്ടത്തിൽ നമ്മുടെ ഒരു സഹോദരൻ KS സാഹിബിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം നിങ്ങളോട് വിട പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആഹാരത്തെ അല്ലാഹു വിശാലമാക്കി, കബറിനെ വിശാലമാക്കുകയും ആഹാരത്തിന് നന്നാക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളെയും അവരെയും ഒക്കെ അല്ലാഹു ഉന്നതമായ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാളിനെ കുറിച്ചും ബർസഖി ജീവിതത്തെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും ഒരുപാട് പരാമർശങ്ങൾ കാണാൻ കഴിയും. തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അത്തരം വിഷയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ബർസഖി ആ ജീവിതത്തിൽ, അതായത് മഹ്ശറയിലേക്ക് മനുഷ്യൻ പോലും എത്തുമ്പോൾ ആഖിറത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യാൻ വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് സൂറത്തുൽ ഫജ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ. മലക്കുകൾ ഇങ്ങനെ അണിയണിയായിട്ട് നിന്നിട്ട് തന്റെ നാഥൻ ഇങ്ങനെ ആഗതമാവുന്ന ഒരു സമയം. وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى. അന്ന് നരകത്തെ ഇങ്ങനെ ഹാജരാക്കപ്പെടുമ്പോൾ മനുഷ്യന്മാരൊക്കെ തങ്ങളുടെ ചെയ്തികളെ കുറിച്ച് ഓർക്കും. وأنى له الذكرى. എന്നിട്ട് ഖുർആനിൽ ചോദിച്ചു, ഈ ഓർക്കൽ കൊണ്ട് എന്താണ് പ്രയോജനം? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. അവരിങ്ങനെ പറയും,
എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും നേടിവെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവരിങ്ങനെ വിലപിക്കുന്ന ഒരു സമയം വരുന്നു. നമ്മുടെ ആയുസ്സുകൾ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണ്. കൊല്ലങ്ങൾ മാറി മറിയുന്നുണ്ട്. പുതിയ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടൊക്കെ നമ്മളെ പിടിച്ചു കുലുക്കേണ്ട, നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്ത് മാറ്റിവെച്ചു? അല്ലാഹു ഒരു മനുഷ്യന് ആയുസ് ഒരു നിശ്ചിത കാലത്തേക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. അതെത്രയാണ് നിർണയിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യ സമൂഹത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അത് എത്രയാണ് എന്ന് നമ്മളോട് നിർണയിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആയുസിന്റെ വലുപ്പത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു ആയുസ്, ആ ആയുസിൽ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞു പോകുമ്പോൾ അതിലൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയാണോ അല്ലാഹു നിശ്ചയിച്ചത് അതിലൊരു ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും തിരിച്ച് അതിലേക്ക് നടക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിട്ടുപോയ സമയത്തെ ഉപയോഗപ്പെടുത്താൻ മനുഷ്യ സമൂഹം എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം അത് നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. മഹ്ശറ നാളിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അന്ന് ചിന്തിച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് ഖുർആന്റെ ചോദ്യം. അപ്പൊ നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ എന്തിനു വേണ്ടി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങോട്ട് പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആഖിറത്തിലേക്ക് എന്തൊക്കെയോ നേടിവെക്കാൻ ഉള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ സംഗതിയെ കൃഷി ചെയ്തെടുക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് ചോദ്യം ചെയ്യലിലേക്ക് ചെല്ലുമ്പോൾ, നമ്മുടെ വിചാരണക്ക് എടുക്കുമ്പോൾ അവിടെ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ എഴുതപ്പെട്ട് കിടക്കുന്ന ചില ഫലങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സൂറത്തുൽ ഹദീദിൽ 20-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം ചില കളിതമാശകളും അതോടൊപ്പം ആഡംബരങ്ങളും ഒക്കെയാണ് എന്ന്. വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പരസ്പരം മനുഷ്യന്മാരിങ്ങനെ പെരുമ നടിക്കുന്നതും, സമ്പത്തുകൾ കൂടുതലുണ്ടാവുകയും മക്കൾ ഉള്ളതിലുമൊക്കെ പൊങ്ങച്ചം പറയുകയും അല്ലെങ്കിൽ പെരുമ പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. കമാസരി ആയിസിൻ അഅജബൽ കുഫാറ നബാതഹു എന്ന പോലെ കൃഷിക്കാരൻ പോലും സ്വന്തം വിളയെ കുറിച്ച് അത്ഭുതപ്പെടുമാർ ആ കൃഷി ഉയർന്ന് അല്ലെങ്കിൽ അതിന് ഫലങ്ങൾ തരുന്നുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏത് പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും സമ്പാദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഐശ്വര്യത്തിലേക്ക് നമ്മൾ എത്തിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ ഒരു മനുഷ്യന്റെ ഐശ്വര്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും അതിന്റെ പേര് മനുഷ്യന്മാർ പെരുമ നടിപ്പിക്കുകയും അവരിങ്ങനെ കളിവിനോദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആ ജീവിതത്തെ ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അതൊരു കപ്പൽ യാത്രക്കാരൻ അല്ലെങ്കിൽ കപ്പലിൽ പോകുന്ന കുറച്ച് ആളുകൾ, അവരെ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കരയുടെ തീരത്ത് അടുപ്പിച്ചതിന് ശേഷം അവരോട് പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമായ സംഗതികളൊക്കെ ഇവിടുന്ന് പെറുക്കിയെടുക്കാം, ആവശ്യമായ ശേഖരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ബാക്കി മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായ സംഗതികൾ ശേഖരിച്ചു വെക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന്. അപ്പൊ ഇത് കേട്ട്
ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കിയ ആളുകൾ അവിടെ ഇറങ്ങി തങ്ങൾക്കിനി തങ്ങളുടെ യാത്രയിൽ മുന്നോട്ട് പോകാനുള്ള സംഗതികളിൽ എന്തൊക്കെയാണ് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അതിനെയൊക്കെ ശേഖരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇനി രണ്ടാമതൊരു കൂട്ടം ആളുകളെ കുറിച്ചും അദ്ദേഹം പറയുന്നു. അവരവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യമുള്ളത് ശേഖരിച്ചതോടൊപ്പം തന്നെ അവിടെ കണ്ട അത്ഭുതകരമായ സംഗതികൾ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് അത്ഭുതപരമായ സംഗതികൾ അവരതുകൂടി തങ്ങളുടെ കൂട്ടത്തിൽ ശേഖരിച്ചു. പക്ഷെ ശേഖരിച്ച് അവസാനം വന്നപ്പോൾ തങ്ങൾ ശേഖരിച്ച അത്രയും വസ്തുക്കളും തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത സംഗതികളാണ്, അല്ലെങ്കിൽ ആ കപ്പലിൽ കൊണ്ടുപോകാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സംഗതിയെ മുഴുവൻ അവിടെ ഉപേക്ഷിച്ച് പോണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ. മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അവർ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ടുണ്ട്. ജീവിതത്തിൽ സമ്പാദിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള വലിയ ബോധമൊന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ചില ആളുകൾ അവരെ വന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ലക്ഷ്യം ഇതല്ല, നിങ്ങൾ ആവശ്യമായ സംഗതികളെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറക്കി വിട്ടിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് മുന്നേറുക എന്ന് അവരോട് ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് ഉണ്ടായതിന്റെ ഫലമായിട്ട് തങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മ വന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയും കുറച്ചെന്തൊക്കെയോ നേടിവെക്കുകയും ചെയ്ത ആളുകൾ. ഇനി നാലാമതൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു. എന്തിനാണ് അവർ ഇറങ്ങിയത്, ഏത് ലക്ഷ്യത്തിലേക്കാണ് അവർ വന്നത് എന്ന് ഒരു ധാരണയും ഇല്ലാതെ ജീവിതത്തെ അങ്ങനെ കൊണ്ടുപോയ ചില ആളുകളെ കുറിച്ച് അവരാണ് നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അവരേതായാലും നഷ്ടകാരികളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുന്നു. മൂന്നാമത് പറഞ്ഞ വിഭാഗം പോലും അവരൊരു പക്ഷേ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു നടത്തം ഉണ്ടായിട്ടുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ ഉപദേശങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ അവർ കേട്ടതുകൊണ്ട് ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ഒന്ന് മാറ്റിപ്പണിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവർ സമ്പാദിച്ചു വെച്ച കാര്യങ്ങൾ അത് ആഖിറത്തിൽ അവർക്ക് മുതൽക്കൂട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് ആ സമൂഹം എത്തിച്ചേരുന്നുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞ ആളുകൾ, രണ്ടാമത് പറഞ്ഞ ആളുകൾ ജീവിത വിഭവങ്ങൾ വല്ലാതെ വാരിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു അവരുണ്ടായത്. പക്ഷെ ആഹാരത്തിനെ മറന്നുകൊണ്ടല്ല അവരെന്ത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിലുപരി ആ മറന്നിട്ടില്ലെങ്കിൽ പോലും അധിക സമ്പാദ്യവും അധിക സമയവും അവര് തങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ഒരുക്കൂട്ടാൻ വേണ്ടിയിട്ട്, അതിൽ ആഡംബരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിൽ സുഖസൗകര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതിൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്ത ആളുകളായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്കും ഒരു വിഹിതം അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. ഇത് പറയുമ്പോൾ ദുനിയാവിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വെക്കാതിരിക്കലാണ് ദീൻ എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. ദുനിയാവും ആഖിറവും ഒരുപോലെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ എന്ന് ദുആയിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിൽ ഐശ്വര്യം ഉണ്ടാവണം, പരലോകത്തും അതുപോലെ ഐശ്വര്യം ഉണ്ടാവണം എന്ന് പഠിപ്പിക്കപ്പെട്ടുള്ള ഒരു സമൂഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമായ സംഗതികളെ നേടിയെടുക്കുന്നതിൽ അതിൽ ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ ആഖിറത്തിനേക്കാൾ കൂടുതൽ ഭൗതിക ലോകത്തിന് പ്രാധാന്യം കൊടുത്തോ എന്ന് ഒരു വിചിന്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കൂട്ടർ അവർ ആഖിറത്തിന് വേണ്ടി മാത്രം സമ്പാദിച്ച ആളുകളാണ്. അപ്പൊ നമ്മുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ജീവിതത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടം. എന്താണ്, അല്ലെങ്കിൽ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഈ ആഖിറത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ നേടിവെച്ചിരുന്നുണ്ടെങ്കിൽ എന്ന് വിലപിക്കുന്ന ഒരു സമയത്തെ കുറിച്ചിട്ട് ആണ് പറയുക. എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നേടിവെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നമ്മൾ പറഞ്ഞു നമ്മുടെ ആയുസ്സുകൾ ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മിനിറ്റുകൾ, നിമിഷങ്ങൾ, മണിക്കൂറുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തിൽ.
ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അത്ര ശക്തമായ രൂപത്തിൽ നമ്മൾ നിന്നത് വിട പറഞ്ഞു പോകും. സഹാബാക്കൾക്ക് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ്. ദിർഹമിനോ ദീനാറിനോ പകരം വെക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മൂല്യവത്താണ് സമയമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എത്ര മൂല്യമാണ് ആ സമയത്തിന് നമ്മൾ കണക്കാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സമ്പാദ്യവും കൊടുത്തിട്ട് ആ സമയത്ത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു ജീവിതത്തിലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂല്യത്തോട്, ദുനിയാവിൽ നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക മൂല്യത്തോട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ നിമിഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആ പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ഏതെങ്കിലും സമയത്ത് നമുക്ക് നമസ്കാരത്തിന് സ്ഥിരമായിട്ട് നമുക്ക് പള്ളിയിൽ എത്താമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ അതിന് എത്തിയതോടൊപ്പം തന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ അതിന്റെ കൂടെ നമസ്കരിക്കാമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയമുണ്ട്. ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഖുർആൻ പാരായണത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ ഒരു ഖേദത്തിന്റെ ഒരു സമയത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നമ്മളോട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ദൂരത്തേക്ക്, നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഉള്ള ഒരു യാത്രയിലാണ് നമ്മളുള്ളത്. നമ്മൾ നമ്മുടെ ലക്ഷ്യം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ വണ്ടിയുടെ കണ്ണാടിയിലൂടെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ആ കണ്ണാടിയിലൂടെ നോക്കിയാൽ നമ്മൾ ഇതുവരെ കഴിഞ്ഞു പോയ സ്ഥലങ്ങളുടെ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ആ കണ്ണാടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്ര ദൂരം നമ്മൾ പിന്നിട്ടിരിക്കുന്നു, ഇനിയും എത്താനുള്ള ദൂരത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ചരിത്രം അങ്ങനെയാണ് എന്നാ പറയുന്നത്. പിന്നിൽ നമ്മൾ ഉപേക്ഷിച്ചു പോയത് എന്താണ് എന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഉപേക്ഷിച്ചു പോയ സമയത്ത് നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം, അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രസക്തമായിട്ട് നിലനിൽക്കേണ്ടത് എന്നത്. അങ്ങനെ വിലപിക്കുന്ന ഒരു നേരം നമ്മുടെ മുമ്പിൽ ഉണ്ട്. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത്, അവർ ആ നിമിഷത്തിൽ ഒന്നുകൂടി എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ച് പറഞ്ഞയക്കുമോ റബ്ബേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി നീ പറയുന്നത് അനുസരിച്ച് എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാം എന്ന് പറയുന്നു. പക്ഷെ അള്ളാഹു പറയുന്നു, ഒരിക്കലുമില്ല, അത് വെറും നിന്റെ പൊയ്വാക്കുകൾ മാത്രമാണ്. ഒരിക്കലും അത് അയാൾ വെറുതെ പറയുന്ന വാക്കുകൾ വല്ലതുമാണ്. അവരിങ്ങനെ പുനരുദ്ധരിപ്പിക്കപ്പെടുമെന്ന് പറയുന്ന ഒരു ബർസഖിയോ ദിവസം അവർക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഹാദിഹി ദുനിയ മുർതഹില, ഈ ദിവസങ്ങൾ ഇങ്ങനെ ദുനിയാവ് അതിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഹാദിൽ ആഖിറത്തു മുർതഹിലത്തുൻ ഖാദിമ, എന്നാൽ ഈ ആഖിറത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ആഖിറത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. ദുനിയാവ് നമ്മുടെ പിന്നിൽ നമ്മളിങ്ങനെ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് ആ ദിവസത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി ഇബ്നു അബ്ബാസ് അബ്ദുള്ള എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതി തരണമെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, താങ്കൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, പിന്നെ ഞാൻ എന്തിനാണ് ഖുർആൻ ഓതി തരുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅ മിൻ ഗൈരി, എന്നെ കൂടാതെ ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് ആ ഖുർആൻ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ഓതി കേൾപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്താൻ പറഞ്ഞു എന്നുള്ളതും റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. അതായത് ഓരോ സമൂഹത്തിനും ആ സമൂഹത്തിന്റെ സാക്ഷിയായിട്ട് താങ്കൾ, ഓരോ സമൂഹത്തിനുമുള്ള പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ സാക്ഷിയായി കൊണ്ടുവരും. താങ്കളുടെ സമൂഹത്തിന് താങ്കൾ സാക്ഷിയായി കൊണ്ടുവരുമ്പോഴുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഖുർആൻ ആയത്തായിരുന്നു അത് എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അത്
അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു സങ്കടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓമൻ യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ അതാണ്. എത്രത്തോളം നന്മ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നുണ്ടോ ആ നന്മകളെ മുഴുവനായിട്ട് നമുക്ക് പ്രയോജനം അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം തിന്മകൾ സംഭവിക്കുന്നുണ്ടോ ആ തിന്മകളെ ഉള്ള ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആത്യന്തിക ലക്ഷ്യം എന്ന് ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അത് സ്വർഗപ്രാപ്തി എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് ഇഹലോകത്ത് തന്നെ സുഖസൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ആ മനുഷ്യന്മാര് സ്വാഭാവികമായിട്ടും അതിന്റെ സുഖലോലുപതയിൽ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന് മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പോവാറുണ്ട്. ആ മറന്നു പോകുന്നതിനെ ഒന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു ഉണർത്തലുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാനദിംതു അലാ ഷൈഇൻ നദിമി, എനിക്കൊരു ദുഃഖവും ഉണ്ടായിട്ടില്ല, എനിക്കൊരു സങ്കടവും ഉണ്ടാവില്ല. അലാ യൗമിൻ ഗറബത്ത് ശംസു, സൂര്യൻ അസ്തമിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ചും എനിക്ക് സങ്കടം തോന്നാറില്ല. നഖസ ഫീഹി അജലി വലം യസ്ദ ഫീഹി അമലി, എനിക്ക് ആകെ അതിലുണ്ടാവുന്നത് എൻ്റെ ആയുസ്സിൽ നിന്ന് ആ നിമിഷം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നിട്ട് മാത്രമല്ല, ആ നഷ്ടപ്പെട്ട നിമിഷത്തിൽ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ദിവസത്തിലേക്ക് കരുതി വെക്കാനുള്ള ഒരു അമല് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഖേദം മാത്രമേ എനിക്ക് ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. 5 അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ആ 5 അവസ്ഥകൾക്ക് മുമ്പ് നിങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണമെന്ന്. ശബാബക ഖബല ഹറം, ഈ വയസ്സനായി പോകുന്നതിന് മുമ്പുള്ള ഒരു ചെറുപ്പമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മൾ ഉദ്ദേശിക്കുന്ന അവസ്ഥയിലേക്ക് വഴങ്ങിത്തരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടം വയസ്സായ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, ലോകത്ത് കൂടെ ഒക്കെ പറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പോലും, പക്ഷെ നമ്മുടെ ശരീരം നമുക്ക് ഒരു നിലയിലും വഴങ്ങിത്തരാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. അങ്ങനെ വഴങ്ങിത്തരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ആ വഴങ്ങിത്തരുന്ന കാലഘട്ടത്തെ നീ ആലോചിക്കണം. കാരണം ശേഷം വരാനുള്ള ഒരു കാലഘട്ടം, ശേഷം വരാനുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് നിന്റെ കാലുകൾ എടുത്തു വെക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. നിമിഷ നേരം കൊണ്ടാണ് മനുഷ്യന്മാരുടെ അവസ്ഥകൾ മാറിപ്പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്രതീക്ഷിതമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ഫലമായിട്ട് ഒരുപക്ഷെ അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ രോഗിയാവാനോ ഉള്ള ഒരു സന്ദർഭം വരുന്നു. ദിവസങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ആ മനുഷ്യന്റെ അവസ്ഥ മാറുന്നത്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടമുണ്ടാകുന്നത് എന്ന് നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞ പോലെ കൃഷിക്കാർക്ക് പോലും അത്ഭുതം തോന്നുമാറ് തങ്ങളുടെ കൃഷികൾ, അതിന്റെ വിളകൾ ഇങ്ങനെ വല്ലാതെ വന്നിട്ടുണ്ട്. പിന്നെ അതിനൊരു ചെറിയ കാറ്റടിക്കുന്നു. ആ ചൂടുള്ള കാറ്റ് വന്നു ഭവിച്ചതിന്റെ ഫലമായിട്ട് അതൊരു മഞ്ഞ നിറത്തിലാവുന്നു. പിന്നെ അതൊരു വൈക്കോൽ പൂന മാത്രമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചൂടുകാറ്റിന്റെ ഫലമായിട്ട് മഞ്ഞവർണ്ണങ്ങളായി പോകുന്ന കതിരുകൾ കുറച്ചു കഴിഞ്ഞിട്ട് അത് വൈക്കോലുകൾ രൂപത്തിലേക്ക് അയക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു മുന്നറിയിപ്പുണ്ട്, ആഖിറത്തിൽ അള്ളാഹുവിന്റെ ശക്തമായ കഠിനമായ ശിക്ഷയുണ്ട്. അതോടൊപ്പം സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയുണ്ട്. ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് നമ്മളെ ഭൂമിയിൽ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന, ഭൂമിയിൽ നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് മറപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംഗതികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തൊക്കെ സംഗതികൾ ഉണ്ടെങ്കിൽ പോലും, ഏതൊക്കെ സംഗതികൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും, നമ്മളൊക്കെ വിചാരിക്കാത്ത രൂപത്തിൽ ഒരുപക്ഷെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടാവും, നമ്മൾ അള്ളാഹുവിനെ
അൽഹംദുലില്ലാഹ് ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് അതിന്റെ പോക്ക് എങ്കിൽ അതാണ് ഷബാബിക കബല ഹറമയ്ക്ക് ഈ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ചലിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു വാർദ്ധക്യം നമ്മുടെ മുമ്പിൽ വരാനുണ്ട് എന്നുള്ളൊരു ബോധം. ഫറായിക്ക് കബല ഷുഗലിക്ക് നിങ്ങൾക്ക് ജോലി തിരക്കിലേക്ക് വ്യാപകമായി പോകുന്ന ഒരു സമയമുണ്ട്. ഇനി തിരക്കോട് തിരക്കായിരിക്കുമെന്ന് പറയും. അതിനു മുമ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒഴിവു സമയമുണ്ട്. ആ ഒഴിവു സമയത്ത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളായിരിക്കണം. വൈനാക്ക കബല ഫക്കരിക്ക്. അതാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഐശ്വര്യമുണ്ട്, പക്ഷെ എന്തെങ്കിലും തരത്തിൽ ഒരു രോഗത്തിന് ഒരു ഭക്തി പിടിക്കപ്പെട്ടാൽ, ഇപ്പൊ ഇന്നലെ നമുക്കറിയാം പാലിയേറ്റീവ് ദിനമായിട്ട് ആചരിക്കപ്പെട്ട ഒരു ദിനമായിരുന്നു ഇന്നലെ എന്നുള്ളത്. നമ്മൾ അതിന്റെ പരിസരത്തിലൂടെ ഒന്ന് നടക്കേണ്ടതുണ്ട്. നമ്മൾ ആ പരിസരത്തിലൂടെ ഒന്ന് വീക്ഷിക്കേണ്ടതുണ്ട്. മനുഷ്യന്മാർ എത്ര സാമ്പത്തികമായിട്ട് പുരോഗതിയുള്ള ആളാണെങ്കിലും ഒരു കിഡ്നിക്ക് ബാധിക്കുന്ന ഒരു രോഗത്തിന്റെ പേരിൽ അവർ കുത്തുപാള എടുക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, അത്രയും ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ കുടുംബം നടക്കുന്ന ഒരു പ്രയാസകരമായ സംഗതിയാണ് നമ്മൾ അതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുവാനാവട്ടെ. അത്തരം വിപത്തുകൾ വന്നു വരുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുവാനാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഫഖർ അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം പിടിപെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ഐശ്വര്യത്തിന്റെ ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച സംഗതികൾ നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ ചിത്രം നമ്മുടെ മുമ്പിൽ തിരിഞ്ഞു വരുന്നുണ്ട്. അവരുടെ രൂപങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്. ആവശ്യക്കാർ നമ്മുടെ മുമ്പിൽ സദാസമയം നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളൊരു വിചാരം എപ്പോഴും നമുക്കുണ്ടാവണം. നമുക്ക് ആവശ്യമുണ്ട് എന്നതോടൊപ്പം തന്നെ ആ സമൂഹത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വിശാലമാക്കി എടുക്കേണ്ടതുണ്ട്. സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ആ സംഗതിയിൽ നിന്ന് അവൻ പുറത്തു കിടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കയ്യഴിഞ്ഞ് സഹായിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുമ്പോൾ മാത്രമേ അവന്റെ മനസ്സ് അതിനനുസരിച്ച് വിശാലമാവുകയുള്ളൂ എന്ന് മനസ്സിലായി. ഹയാത്തുക്ക് കബലമൗത്തിക്ക്, മരണം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. തീർത്തും അപരിചിതമായ രൂപത്തിൽ, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസ ലോകത്ത് നിന്നൊക്കെ വന്നിട്ടുള്ള വാർത്തകൾ അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 4 കുട്ടികളെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. കൂട്ടത്തിൽ ഒരു ആയയായ നമ്മുടെ നാട്ടുകാരിയായ ഒരു സ്ത്രീ വിട പറഞ്ഞിട്ട് നമ്മളോട്, നമ്മുടെ അയൽപ്രദേശത്തുള്ള സ്ത്രീയെ വിട പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ചരിത്രം, ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അയവർക്കുന്നുണ്ട്. നമ്മൾ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഈ മരണം അതെപ്പോഴാണ് പിടിപെടുക എന്ന് നമുക്കൊരു നിലയിലും അറിയാത്ത ഒരു സംഗതി. സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഏത് സമയത്തും ഒരുപക്ഷെ നമ്മളൊക്കെ ദോഷകരമായിട്ട് പോകുന്ന സന്ദർഭത്തിലാണ് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം എത്രത്തോളം കഠിനമായിരിക്കും എന്നുള്ളൊരു ബോധം. അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു സമയം അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു സമയമാവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണമെന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളോട് ഓരോ ദിവസവും നമ്മളിങ്ങനെ പറയേണ്ടതുണ്ട്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഓരോ ദിവസവും മനുഷ്യനോട് പറയുന്നത്, യാ ഇബ്നു ആദം, മനുഷ്യപുത്ര എഴുന്നേൽക്കുക, എന്നിട്ട് പറയുക, ഇനി ഖൽഖുൻ ജദീദ്, ഞാൻ ഇന്നൊരു പുതിയ സൃഷ്ടിയാണ്, വഅന അമലുക ഷഹീദ്, എൻ്റെ ഈ അമലുകളൊക്കെ അതിന് സാക്ഷിയായിട്ട് ഇവിടെ കുറെ ആളുകളുണ്ട്. ഫതസബദു മിന്നി, അതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് ആ സമയത്തെ നീ ഉപയോഗപ്പെടുത്തുക എന്ന് ഓരോ ദിവസവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്ത്യനാൾ വരെ പിന്നെ നിനക്കെന്നെ തിരിഞ്ഞ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും നിനക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഓരോ ദിവസവും ഓരോ പ്രഭാതവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം സദാസമയവും നമുക്കുണ്ടാവുക. ആ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്രകാരം അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിയാകുന്ന രൂപത്തിൽ
നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നമ്മുടെ നാവിൽ നിന്നുള്ള തസ്ബീഹുകളും തഹ്ലീലുകളും അതൊക്കെ നമ്മുടെ മീസാനിന് കനം കൂട്ടുന്ന സംഗതികളാണ് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം. നമ്മൾ നടക്കുന്ന ഓരോ കാൽപ്പാദങ്ങളും അത് അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള നടത്തമാണ് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ ഈ നടത്തത്തിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ആ പ്രവൃത്തിയിൽ അല്ലാഹുവിന്റെ പ്രതിഫലം ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പിച്ച് സകല പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ തൃപ്തിക്ക് അനുകൂലമായ രൂപത്തിൽ ഞാൻ ചെലവഴിക്കുന്നു എന്നുള്ള ദൃഢമായ ഒരു വിശ്വാസം മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ആ വിചാരണക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ടി അങ്ങനെ കുറച്ചും കൂടെ ചെയ്തിരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഖേദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين والمسلمات.